പാട്ടുകൂട്ടം കോഴിക്കോട് സംഘടിപ്പിച്ചു വരുന്ന കലാശില്പശാല പരമ്പരയുടെ രണ്ടാം ഘട്ടമായി നടത്തിയ നാടൻപാട്ട് നാട്ടറിവ് ശില്പശാല നവ്യാനുഭവമായി. ഇസ്ലാമിക് യൂത്ത് സെന്റർ ഹാളിൽ നടന്ന പരിപാടി കേരള ഫോക്ലോർ അക്കാദമി ജേതാവും ഗോത്രകലാകാരനുമായ ഷിംജിത്ത് ബംഗളം ഉദ്ഘാടനം ചെയ്തു. നാട്ടുകലാകാരക്കൂട്ടം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് റീജു ആവള മുഖ്യാതിഥിയായി. കലാമണ്ഡലം സത്യവ്രതൻ സർട്ടിഫിക്കറ്റ് വിതരണവും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. പാട്ടുകൂട്ടം കോഴിക്കോട് ഡയറക്ടർ ഗിരീഷ് ആംബ്ര അധ്യക്ഷത വഹിച്ചു. പാട്ടുകൂട്ടം കോഴിക്കോട് 25 വർഷം പൂർത്തീകരിച്ച ഈ ഒരു വേളയിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പാട്ടുകൂട്ടത്തിൻ്റെ യാത്ര. കലാമേഖലയിലായാൽ കലാരംഗത്തുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. അതോടൊപ്പം സഹായ പദ്ധതികളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അവാർഡ് സമർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ, അശീലതകൾക്കെതിരെ, അനീതികൾക്കെതിരെ തത്സമയ കൊട്ടുപാട്ടും എന്ന സർഗാത്മക സമര പരിപാടി, ഇത് പാട്ടുകൂട്ടത്തിൻ്റെ ഒരു സംഭാവനയാണ് കേരളത്തിൽ. അത്തരമൊരു പരിപാടി ശാക്തീകരിച്ചത് പാട്ടുകൂട്ടം കോഴിക്കോടാണ്. അട്ടപ്പാടിയിൽ മധു, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മധു തല്ലിക്കൊല്ലപ്പെട്ട അന്നേ ദിവസം തന്നെ നമുക്ക് 1.5 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട്ടെയും മലപ്പുറത്തെയും കലാകാരന്മാർ ഫോണിലൂടെ വിളിച്ച് 70-ലേറെ കലാകാരന്മാർ ചെണ്ടയും തുടിയും പറയും മുക്കയുമായി വന്ന് കൃഷ്ണഗോളിൽ കൊട്ടിപ്പാടി നമ്മുടെ പ്രതിഷേധം അറിയിച്ചു. അത്തരം സർഗാത്മക സമര പരിപാടികളും പാട്ടുകൂട്ടത്തിൻ്റെ യാത്രയിലുണ്ട്. ഏതായാലും വളരെ ചുരുക്കുന്നു. നമുക്ക് ശില്പശാലയാണ്. പാട്ടുകൂട്ടം കോഴിക്കോട് ഏർപ്പെടുത്തി വരുന്ന കലാശില്പശാല പരമ്പരയുടെ രണ്ടാം ഘട്ടമാണ് ഇന്ന് നടക്കുന്ന നാടൻപാട്ട് നാട്ടറിവ് ശില്പശാല. 6 വിഷയാവതരണങ്ങളും സംവാദവും ശില്പശാലയുടെ ഭാഗമായി നടന്നു. പാട്ടുകൂട്ടം ജോയിന്റ് ഡയറക്ടർ കോട്ടക്കൽ ഭാസ്കരൻ, നാട്ടുകലാകാരക്കൂട്ടം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PT രജനി, സജീവൻ കൊയിലാണ്ടി, KTP മുനീറ, രവി കിഴയൂർ, ലതാ നാരായണൻ, E സ്നേഹരാജ്, സന്ദീപ് സത്യൻ, PK സുജിത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു.